നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന് തൊട്ടു കൊടുത്തോട്ടെ. ശ്രീ മഹേശ്വരൻ കേൾക്കും. ഗംഗ പ്രാർത്ഥിച്ചാൽ എന്റെ അച്ഛന് പെട്ടെന്ന് അസുഖം മാറും. മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇത് മഹേട്ടന്റെ ജീവന്റെ പ്രശ്നോ. നീ വെറും കുട്ടിയാ. നിനക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പറഞ്ഞു കൊടുക്കാൻറ്റി. അതെ മാളു, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നും രോഗിയുടെ ദേഹത്ത് പുരട്ടാൻ പാടില്ല. ഇത് ഭസ്മാണ്. ഇത് മഹേട്ടന്റെ നെറ്റിയിലൊന്ന് തൊടിയിച്ചാൽ മാത്രം മതി. പറ്റില്ല എന്നല്ലേ പറഞ്ഞേ. ഇറങ്ങി പോടി. എന്താ ഇത്? എന്താ ഇവിടെ ഇത്ര ബഹളം? ക്രിട്ടിക്കലായ ഒരു പേഷ്യന്റിനെ കിടത്തിയിരിക്കുന്ന സ്ഥലത്താണോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഡോക്ടർ, ഇവള് കണ്ട് ചാരവും പൊടിയൊക്കെ എടുത്തോണ്ട് വന്ന് മഹേട്ടിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ നോക്കുവാ. അല്ല ഡോക്ടർ, ഇത് ശ്രീ മഹേശ്വരന്റെ പ്രസാദമാ. നീ എന്താണ് ഇപ്പൊ ചെയ്തേ? നിന്നെ ഞാൻ... നിൽക്ക്. മഹി ഉണരുവാണെന്ന് തോന്നുന്നു. ശ്രീ മഹേശ്വരൻ, മഹേട്ടാ, മഹേട്ടനൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ രക്ഷിക്കും. എനിക്കത് ഉറപ്പാ. മഹി, മഹിക്കിത് ആരാണെന്ന് മനസ്സിലായോ? ഗംഗ. അച്ഛാ, മോളെ, മോളെ, മോളെ. ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. മഹിയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇത് ശരിക്കും ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം വേണമെന്ന്. അത് ലഭിക്കാൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും സാന്നിധ്യവും നല്ലതാ. നന്നായി ഗംഗേ, നിന്റെ പ്രാർത്ഥനയാ മഹിക്കൊരു പുനർജന്മം നൽകിയത്. നിന്റെ മനസ്സിന്റെ നന്മ മഹി തിരിച്ചറിയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അബോധാവസ്ഥയിൽ പോലും മഹി ഗംഗയുടെ പേര് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.